എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലണ്ടൻ വരെ ഒന്ന് പോവുകയാണ്. കുറച്ച് പർച്ചേസും പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ ആ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമ്മളിപ്പോൾ കാറിൽ കയറി സ്റ്റാൻമോർ എന്ന് പറയുന്ന ട്യൂബ് സ്റ്റേഷനിലോട്ടുള്ള യാത്രയിലാണ്. സ്റ്റാൻമോറിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ ആണ് ലണ്ടനിലോട്ട്. അപ്പോൾ കിലോമീറ്റർ അല്ല, മൈൽസ് ആട്ടോ. ഇവിടെ എല്ലാം മൈൽസിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഒരു മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം 1.609 കിലോമീറ്റേഴ്സ് ആണ്. 2 ട്യൂബ് നമുക്ക് മാറി കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴി പറയാം. കുറച്ചു നേരം നമുക്ക് ബുഷിയിലെ കാഴ്ചകളിലേക്ക് കണ്ടുപിടിക്കാം. ബുഷി ഒരു ചെറിയൊരു ടൗൺ ആണ്. ഹെഡ്ഫോർഡ്ഷെയർ എന്ന് പറയുന്ന കൗണ്ടിക്ക് കീഴിൽ വരുന്ന ഒരു ചെറിയൊരു ഗ്രാമം. ബുഷിയിലെ ജനസംഖ്യ വെറും 28,000 ആണ്. നമ്മളിപ്പോൾ സ്റ്റാൻമോർ ട്യൂബ് സ്റ്റേഷനിലെത്തി. നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ പോവാണ്. കാർ പാർക്കിംഗ് സ്പേസ് കണ്ടെത്തലാണ് ഒരു ടാസ്ക്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നേരെ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഏകദേശം 10 പൗണ്ട് കണ്ട് കൊടുത്തു. കാരണം ഇവിടെ അവർലി റേറ്റിലല്ല പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതും. നേരെ മറിച്ച് എത്ര അവേഴ്സ് നമ്മൾ ഇട്ടാലും ഒരു ഡേയുടെ ഫുൾ കാശ് നമ്മൾ പാർക്കിംഗ് ഫീസ് കൊടുക്കണം. അത് നമ്മൾ ഓൺലൈനിൽ പേ ചെയ്തു. സ്റ്റാൻമോർ ജംഗ്ഷൻ ഇത് ലണ്ടൻ്റെ ഒരു നോർത്ത് വെസ്റ്റായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ലണ്ടൻ അണ്ടർഗ്രൗണ്ട് പല ലൈൻസായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊരു ലൈനാണ് ജൂബിലി ലൈൻ. അപ്പോൾ ഈ ജൂബിലി ലൈൻ എത്തിച്ചേരുന്ന ഒരു എൻഡ് സ്റ്റേഷനാണ് ഈ പറയുന്ന സ്റ്റാൻമോർ ജംഗ്ഷൻ. ഇതാ കണ്ടില്ലേ, 1, 2, 3, 4, 5 ട്യൂബ് കിടപ്പുണ്ട്. പക്ഷേ ഈ ട്യൂബുകളെല്ലാം ഓപ്പറേഷനലല്ല. ഇതൊരു സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് നിർത്തിയിട്ടിരിക്കുന്ന ട്യൂബുകളാണ്. ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിലുള്ള രണ്ട് ട്യൂബ്സ് മാത്രമാണ് റൺ ചെയ്യുള്ളൂ. ഈ ലണ്ടൻ അണ്ടർഗ്രൗണ്ടിൻ്റെ ട്യൂബ് എന്ന് പറയുന്നത് ഈ ട്യൂബ് പോലെ ഇരിക്കുന്ന ഷേപ്പ് കൊണ്ടാണ് മെയിനായിട്ട്. പിന്നെ ഈ ടണലുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നതും ട്യൂബിൻ്റെ ഒരു ഷേപ്പിലാണ്. അതുകൊണ്ടാണ് ലണ്ടൻ അണ്ടർഗ്രൗണ്ട് റെയിൽവേ സ്റ്റേഷന് ട്യൂബ് എന്ന് പേര് വരാൻ കാരണം. അതേസമയം അമേരിക്കയിൽ സബ്വേ എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ മെട്രോ സ്റ്റേഷനിലുള്ള പോലെ തന്നെ ഒരു സംവിധാനമാണ് ഇവിടെയും. അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ ഗേറ്റിൽ കൂടി വേണം പ്രവേശിക്കാൻ. നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറാണ് അവിടെ കാണുന്നത്. നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. അതുപോലെ തന്നെ ഓയിസ്റ്റർ കാർഡ് നമുക്ക് വെച്ചിട്ട് നമുക്ക് അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും ഓയിസ്റ്റർ കാർഡ്. നമ്മളിപ്പോൾ ടാപ്പ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കാർഡ് വെച്ചിട്ടാണ്. സോ ഇവിടെ വെച്ചത് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പണായി അകത്തോട്ട് കയറാം. നമ്മുടെ പ്ലാറ്റ്ഫോം 3 ആണ്. പ്ലാറ്റ്ഫോം നമ്പർ 3 ആണ്. അതിലാണ് നമ്മുടെ വണ്ടി വരുന്നത്. ജൂബിലി ലൈൻ 1979 ജൂബിലി ലൈൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏറ്റവും പുതിയ ലൈനിലെ ട്രെയിനുകളൊക്കെ അപേക്ഷിച്ചിട്ട് താരതമ്യേന ചെറിയ ഒരു ട്യൂബാണിത്. 2 വർഷം മുമ്പ് മരിച്ച എലിസബത്ത് രാജ്ഞിയുടെ ഭരണത്തിൻ്റെ 25ാം വാർഷികത്തിൻ്റെ അനുസ്മരണാർത്ഥമാണ് ഈ ലൈനിന് ജൂബിലി ലൈൻ എന്ന് പേരിട്ടത്. അന്നുവരെ ഈ ലൈൻ അറിഞ്ഞിരുന്നത് ഫ്ലീറ്റ് ലൈൻ എന്നായിരുന്നു. ഒരു ലൈറ്റ് സിൽവർ ഗ്രേ നിറമാണ് ജൂബിലി ലൈനിന്. നമ്മളിപ്പോൾ ട്യൂബ് പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന് കയറുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് സീറ്റ് അവൈലബിൾ ആണ്. അതേസമയം ലണ്ടനോട് അടുക്കുന്തോറും നമുക്ക് സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു ക്യൂബിക്കിള് ക്ലോസ്ഡ് ആണ്. അവിടെ നിന്ന് വേറെ ഡോർ കണ്ടോ, ആ ഡോർ വരെ ക്ലോസ്ഡ് ആണ്. പിന്നെ ഇത് കണ്ടോ, ഈ ജൂബിലി ലൈൻ പുറപ്പെടുന്ന സ്റ്റാൻമോറിൽ നിന്നുള്ള സ്റ്റേഷനുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ സ്റ്റേഷനിൽ അവസാനം എത്തുന്നത് സ്ട്രാറ്റ്ഫോർഡിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ബാറ്റർസി പവർ സ്റ്റേഷൻ ലക്ഷ്യമാക്കി സ്റ്റാൻമോറിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാറ്റർസി പവർ സ്റ്റേഷനിൽ ഒരു ലണ്ടനിലെ തന്നെ വൺ ഓഫ് ദി ഹ്യൂജ് H&M M&S ഒക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിലേക്ക് പോകുന്ന ആൾക്കാർക്ക് കുറേ ഓപ്ഷൻസ് കിട്ടും. കുറച്ച് വലിയ ഷോപ്പിൽ പോകുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് കുറേ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. സ്റ്റോക്ക് ഉണ്ടാവും. പിന്നെ അവിടെയൊക്കെ ഒന്ന് കറങ്ങാം എന്നുള്ള ലക്ഷ്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. സോ ഇവർ ഒക്ടോബർ 20 എന്നാണ് പോകുന്നത്. നമ്മൾ സെപ്റ്റംബർ 25 വ്യാഴാഴ്ച. അപ്പോൾ ഇനിയും ടൈമുണ്ട്. എന്നിരുന്നാലും എല്ലാം ഒന്ന് നേരത്തെ പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് കൊറിയർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്താണ് ഞങ്ങൾ ഇത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ ട്യൂബ് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, അണ്ടർഗ്രൗണ്ട് റെയിൽവേ ആണ് ട്യൂബ്. ലോകത്തിലെ ആദ്യത്തെ
അണ്ടർഗ്രൗണ്ട് റെയിൽവേ സിസ്റ്റമാണ് ലണ്ടനിലേത്. അത് നമ്മുടെ ഫാരിങ്ടൺ എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് തുടങ്ങി പാഡിങ്ടൺ വരെയാണ് ഫസ്റ്റ് റെയിൽവേ. അത് മെട്രോപൊളിറ്റൻ റെയിൽവേ ആയിരുന്നു, അതൊരു പ്രൈവറ്റ് കമ്പനി ആയിരുന്നു. അതിനുശേഷം അതിൻ്റെ വളർച്ചയൊക്കെ കണ്ടിട്ട് ഒത്തിരി അധികം പ്രൈവറ്റ് കമ്പനീസ് മുന്നോട്ട് വന്നു. അങ്ങനെ ലണ്ടൻ്റെ പല ഭാഗങ്ങളിലേക്കും പല ലൈൻസും എക്സ്പാൻഡായി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വളർച്ച. ലണ്ടൻ അണ്ടർഗ്രൗണ്ട് മൊത്തം 11 ലൈനുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ലൈനിനും ഓരോ കളർ കോഡുകളാണ്. ആദ്യമൊക്കെ കോൾ പവേർഡ് ആയിട്ടുള്ള എൻജിൻസ് ആയിരുന്നു, പക്ഷേ ഇന്നെല്ലാം ഇലക്ട്രിക് ലൈൻസ് വഴിയാണ് ഓടുന്നത്. ഇത് വെസ്റ്റ് ഹാംസ്റ്റഡ് എന്ന് പറയുന്ന ട്യൂബ് സ്റ്റേഷനാണ്. ഇതാണ് അണ്ടർഗ്രൗണ്ടിൻ്റെ ആ ഒരു ലോഗോ. നമ്മളിപ്പോൾ ബേക്കർ സ്ട്രീറ്റ് ട്യൂബ് സ്റ്റേഷനിലെത്തി. 160 വർഷം മുൻപ് 1863 ജനുവരിയിൽ ലോകത്തിലെ ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് റെയിൽവേ നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റേഷനാണ് ബേക്കർ സ്ട്രീറ്റ്. സോ ഇതാണ് ഗ്രീൻ പാർക്ക് റെയിൽവേ സ്റ്റേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ട്യൂബ് പോലെ, ട്യൂബ് എന്ന് എന്തുകൊണ്ടാണ് പറയണതെന്ന്. ഇത് കണ്ടില്ലേ, ഒരു ട്യൂബിൻ്റെ ഷേപ്പിലാണ് ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ട്യൂബിൻ്റെ അകത്തുകൂടി ഇങ്ങനെ പോകുമ്പോൾ ട്യൂബ് എന്ന് വിളിക്കും. സോ നമ്മൾ വിക്ടോറിയ ലൈനിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിക്ടോറിയ ലൈനിൽ നമ്മൾ കയറിയിട്ട് നേരെ വിക്ടോറിയയിൽ പോയിട്ട് ഇറങ്ങണം. വിക്ടോറിയയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ബസ് കയറിയാലാണ് നമുക്ക് ബാറ്റർസി പവർ സ്റ്റേഷനിൽ എത്താൻ സാധിക്കുള്ളൂ. സോ നമുക്ക് മുന്നിൽ കാണുന്നത് വേ ഔട്ട് പ്ലസ് വിക്ടോറിയ ലൈൻ. ദെയർ യു ഗോ. ഈ ട്യൂബ് സ്റ്റേഷൻസൊക്കെ അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമ്മൾ ട്യൂബിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സഫോക്കേഷനും ശ്വാസ തടസ്സമൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഭൂമിക്ക് അടിയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഈ വായുവിൻ്റെ ക്വാളിറ്റി ഈ പറയുന്ന സ്റ്റേഷനുകളെയും ലൈനുകളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില സ്റ്റേഷനുകളിൽ നമുക്ക് സ്റ്റെപ്പ് ഫ്രീ ആക്സസ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ബഗ്ഗിയോ അല്ലെങ്കിൽ വലിയ ലഗേജൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ആളില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇറക്കേണ്ടി വരും. അത് കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീൽ ചെയറിലാണ് അല്ലെങ്കിൽ വലിയ ലഗേജൊക്കെ ഉണ്ടെങ്കിൽ മുൻകൂട്ടി ആ സ്റ്റേഷനിൽ ഇത് അവൈലബിൾ ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ. ഇതാണ് ലണ്ടൻ അണ്ടർഗ്രൗണ്ടിൻ്റെ ഫുൾ ട്യൂബിൻ്റെ മാപ്പ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കിളി പോകും. കാരണം മൊത്തം ഒരു വയേർഡ് മോഡലിലാണ് സംഭവം. ഈ ഓരോ നിറങ്ങളനുസരിച്ചിട്ടാണ് ഓരോ ലൈന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോ ലൈനിനും ഓരോ നിറങ്ങളായിരിക്കും. നമ്മൾ ട്യൂബിൻ്റെ അകത്തേക്ക് കയറി 30 സെക്കൻഡ് മാത്രമാണ് ഈ ഡോർസ് ഓപ്പൺ ആവുള്ളൂ ഓരോ സ്റ്റേഷനിലും. അതിനുള്ളിൽ നമ്മൾ അകത്ത് കയറിയിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ട്യൂബിൽ കയറാൻ പറ്റില്ല. നമ്മളിപ്പോൾ വിക്ടോറിയ സ്റ്റേഷനിലെത്തി. എസ്കലേറ്ററിലേക്കുള്ള നടത്തത്തിലാണ്. എസ്കലേറ്റർ വഴി വേണം നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ എത്താനായിട്ട്. ടിപ്പിക്കലി ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു 24 മീറ്റേഴ്സൊക്കെ ആയിരിക്കും ഓരോ അണ്ടർഗ്രൗണ്ടിൻ്റെ ഡെപ്ത് വരുന്നത്. ഹാംസ്റ്റഡ് എന്ന് പറയുന്ന സ്റ്റേഷനാണ് ലണ്ടൻ അണ്ടർഗ്രൗണ്ടിലെ ഏറ്റവും ഡീപ്പ് ലെവലിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷൻ. ഏകദേശം 192 അടി താഴ്ചയിലാണ് ആ സ്റ്റേഷനുള്ളത്. അപ്പോൾ നമുക്ക് ഊഹിക്കാം ആ സ്റ്റേഷനിൽ നിന്ന് മുകളിലോട്ട് എത്തണമെങ്കിൽ എത്ര വലിയ എസ്കലേറ്റർ ആയിരിക്കുമെന്ന്. നമ്മൾ ഈ എസ്കലേറ്റർ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും എത്ര താഴ്ചയിലാണ് ഓരോ സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എസ്കലേറ്റർ യൂസ് ചെയ്യുമ്പോൾ ഒരു അൺറിട്ടൺ റൂളാണ് നമ്മൾ റൈറ്റ് സൈഡിൽ നിൽക്കണമെന്നുള്ളത്. ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് ആളുകൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ഓടി കയറേണ്ട ഒരു സ്പേസ്. നമ്മളങ്ങനെ ഗ്രൗണ്ട് ലെവലിലെത്തി. ഇതാണ് വിക്ടോറിയ സ്റ്റേഷൻ. ഇതൊരു ടെർമിനസ് സ്റ്റേഷനാണ്. ലണ്ടൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്റ്റേഷൻ UK-യിലെ മറ്റു ഭാഗങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പ്രധാന സ്റ്റേഷൻ കൂടിയാണ്. തൊട്ടപ്പുറത്തുള്ള വിക്ടോറിയ സ്ട്രീറ്റിൻ്റെ പേരിലാണ് ഈ സ്റ്റേഷൻ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് വിക്ടോറിയ സ്റ്റേഷൻ്റെ പേര് വന്നത്. ലണ്ടനിലെ ഏറ്റവും വലിയ കോച്ച് സ്റ്റേഷനായ വിക്ടോറിയ കോച്ച് സ്റ്റേഷൻ ഈ സ്റ്റേഷനടുത്താണ്. UK-യുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന നെതർലൻഡ്സ്, ഫ്രാൻസ്, ബെൽജിയം, അയർലൻഡ് മുതലായ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് കോച്ചസ് അവൈലബിൾ ആണ്. അവിടെ ഒരു ബിഗ് ബസ് കിടപ്പുണ്ട്. ഇത് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് എന്ന് പറയുന്ന ഒരു സർവീസാണ്. ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ബസ്സാണ് ഈ കാണുന്നത്. അത് ഓപ്പൺ എയർ ആയിരിക്കും. ഡബിൾ ഡെക്കർ ബസ്സാണ്. അതിൻ്റെ മേളിലെ ഭാഗം ഓപ്പൺ എയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് മേളിൽ തുറസായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ബസ്സാണത്. ഇതാണ് ലണ്ടൻ്റെ ഐക്കോണിക് റെഡ് ബസ്. ലണ്ടൻ്റെ ഒരു ലാൻഡ്മാർക്ക് സാധനമാണ് ഈ പറയുന്ന റെഡ് ബസ്. അതുപോലെ തന്നെ ആ കാണുന്നതാണ് ലണ്ടൻ്റെ ടാക്സി.
അത് പൊതുവെ ബ്ലാക്ക് കളറാണ്, പക്ഷേ ഇതിപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് അതിൻ്റെ മുകളിൽ പതിച്ചിരിക്കുന്നതുകൊണ്ടാണ് വേറെ കളറായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് വിക്ടോറിയ സ്റ്റേഷൻ. പ്രൗഢഗംഭീരമായ പഴയ ആ ഒരു നിർമ്മിതി ഇപ്പോഴും നിലനിൽക്കുന്നു. സ്റ്റോപ്പ് ഇവിടെ കണ്ടുപിടിക്കൽ ചെറിയൊരു ചടങ്ങാണ്. ഇത് എഫിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബസ് സ്റ്റോപ്പ് ക്ലോസ്ഡ് എന്നും കാണിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ജി കണ്ടുപിടിക്കാനായിട്ട് കുറച്ചും കൂടി നടക്കേണ്ട ആവശ്യമുണ്ട്. So let's walk. That's all we can do. How are you guys feeling? Feeling tired. So as me. രാഹുൽ സ്ട്രെസ്ഡ് ആണോ ഇങ്ങനെ നടക്കുന്നതിൽ? ആർ യു എൻജോയിങ്? അതെ, ഇന്നത്തെ കാലാവസ്ഥ എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. വെയിലും ഇല്ല, മഴയില്ല, ക്രിക്കറ്റൊക്കെ കളിക്കാൻ പറ്റിയൊരു അന്തരീക്ഷം. നാട്ടിൽ ചെന്ന് കളിക്കാലോ. അങ്ങനെ ലണ്ടനിലെ തെരുവുകളിലൂടെ ഞാനും എൻ്റെ കൂട്ടുകാരും നടന്നു നീക്കുകയാണ് സുഹൃത്തുക്കളെ. ബസ് സ്റ്റോപ്പ് ജി നമ്മൾ കണ്ടെത്തി. ആ നേരെ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. യു കെയിലെ എല്ലായിടത്തും സെപ്പറേറ്റ് ബസ് ലൈനും ബസ് സ്റ്റോപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബസ്സിലൂടെയുള്ള യാത്ര കുറച്ച് എളുപ്പവും ആസ്വാദികരവുമാണ്. ഇതേ നമുക്ക് കയറേണ്ട 44-ാം നമ്പർ ബസ് വന്നു. ഈ ബസ് പോകുന്നത് ടൂട്ടിങ് എന്ന് പറയുന്ന സൗത്ത് ലണ്ടനിലുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. പക്ഷേ നമുക്ക് പോകേണ്ടത് 2 സ്റ്റോപ്പ് അപ്പുറത്തുള്ള ബാറ്റർസി പവർ സ്റ്റേഷനിലാണ്. ഇവിടെ പൊതുവെ എല്ലാം കോൺടാക്ട്ലെസ് പേയ്മെൻ്റ് ആണ്. കാർഡ് ചുമ്മാ ഇങ്ങനെ ടാപ്പ് ചെയ്താൽ മാത്രം മതി. £1.75 ആണ് നോർമൽ ബസ് ചാർജ്. നമ്മൾ ബാറ്റർസിക്ക് അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. ഇവിടെ നിന്ന് 7 മിനിറ്റാണ് നടക്കാനുള്ളത്. തേംസ് നദിയെ മുറിച്ച് കിടക്കുന്ന ഈ പാലത്തിൻ്റെ പേര് ബാറ്റർസി റെയിൽവേ ബ്രിഡ്ജ് എന്നാണ്. ഏകദേശം 162 വർഷം പഴക്കമുള്ള ഒരു പാലമാണിത്. ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ 2022 ബാറ്റർസി റീഡെവലപ്മെൻറ്റ് പ്ലാനിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച കെട്ടിടങ്ങളാണ്. ബാറ്റർസി പവർ സ്റ്റേഷനിലേക്ക് ഏകദേശം 1 മിനിറ്റോളം നടക്കാനുണ്ട്. നല്ല അഭിപ്രായമാ. വാടാ ഐസ്ക്രീം കഴിക്കാം. നമ്മളൊരു ഐസ്ക്രീം കഴിച്ചിട്ട് ബാക്കി പരിപാടിയിലൂടെ തുടങ്ങാമെന്ന് കരുതുന്നു. എങ്ങനെയുണ്ട് ഐസ്ക്രീം? ഓക്കെ. അങ്ങനെ നമ്മളിത് ബാറ്റർസി പവർ സ്റ്റേഷൻ്റെ മുന്നിലെത്തി. ഈ കാണുന്ന ഇഷ്ടിക കൊണ്ടുള്ള ഈ വലിയ ഒരു മന്ദിരമാണ് ബാറ്റർസി പവർ സ്റ്റേഷൻ. ബാറ്റർസി പവർ സ്റ്റേഷൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഏകദേശം 1935 കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് പൂർത്തിയാകുന്നത്. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് 1950s സെക്കൻഡ് ഫേസ് പൂർത്തിയാകുന്നത്. ആ സെക്കൻഡ് ഫേസിലാണ് ഈ 2 ചിമ്നീസും പുറകിലുള്ള 2 ചിമ്നീസും അവർ പണി തീർത്തത്. ലണ്ടനിൽ നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പവർ സ്റ്റേഷൻ്റെ അനിവാര്യത വളരെ അത്യന്താപേക്ഷിതമായത് കൊണ്ടാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു കോൾ പവേർഡ് ആയിട്ടുള്ളൊരു പവർ സ്റ്റേഷൻ അവർ നിർമ്മിച്ചത്. പൂർണ്ണമായിട്ടും ബ്രിക്ക് വെച്ചിട്ടാണ് ഇതിൻ്റെ ഔട്ടർ ലെയർ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഭീമാകാരമായിട്ടുള്ളൊരു പവർ സ്റ്റേഷൻ തന്നെയാണ്. ഇതിൻ്റെ ഒരു ബ്രിക്ക് കൊണ്ടുള്ളൊരു കത്തീഡ്രൽ സ്ട്രക്ചറിലാണ് ഇത് പണിതിരിക്കുന്നത്. ഏകദേശം 1975 ഈ പവർ സ്റ്റേഷൻ ഡീകമ്മീഷൻ ചെയ്തു. അങ്ങനെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിലച്ചു. അങ്ങനെ ഒരു 40 വർഷത്തോളം ഇതൊരു പ്രേതാലയം പോലെ കിടന്നൊരു സ്ഥലമാണ്. പക്ഷേ 2012 ഇതിൻ്റെ റീകൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ തുടങ്ങി. അങ്ങനെ ഇതിപ്പോൾ ഒരു മേജർ എൻ്റർടൈൻമെൻറ്റ് ഹബ് അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് ഹബ്ബായി മാറി. ബാറ്റർസിക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ചെൽസി. 2012 ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഈ പവർ സ്റ്റേഷൻ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ആക്കി മാറ്റാനായി ഒരു ബിഡ് ചെയ്തു. പക്ഷേ 2012 ആ ബിഡിങ്ങിൽ വിജയിച്ചത് ഒരു മലേഷ്യൻ ഡെവലപ്മെൻറ്റ് കൺസോർഷ്യം. അവരാണ് ഈ സൈറ്റിനെ ഇങ്ങനെ ഒരു റീക്രിയേഷണൽ ഒരു ഹബ്ബാക്കി മാറ്റിയത്. ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനായിട്ട് ഇങ്ങനെ ഇരിപ്പിടങ്ങളും സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പുറകിൽ കാണുന്ന തേംസ് നദിയിൽ നിന്ന് വരുന്ന നല്ല കാറ്റും ഈ പച്ച പുൽത്തകിടിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷമാണ് അവർ ഒരുക്കുന്നത്. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കുറച്ച് നേരം വിശ്രമിച്ച് ഇരുന്നിട്ടൊക്കെ പോവാം. ഈ കാണുന്ന ചിമ്നിയുടെ അകത്തുകൂടി ഒരു ലിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ?
അതെ, ഒരു 16 പൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചിമ്മിയുടെ അകത്തൂടെ മുകളിലെത്താം. അങ്ങനെ മുകളിലത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് 360 ഡിഗ്രിയിൽ ലണ്ടൻ്റെ ഒരു വ്യൂ കിട്ടും. ഏകദേശം 6 മില്യൺ ഇഷ്ടിക കട്ടകൾ കൊണ്ടാണ് ഈ ഒരു ഭീമാകാരമായ ബിൽഡിംഗ് അവർ നിർമ്മിച്ചത്. അങ്ങനെ ആ പ്രൗഢഗംഭീരമായ ബാറ്റർസീ പവർ സ്റ്റേഷൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഡിപ്റ്റിക്, നടൻ ഷാറൂഖ് ഖാൻ ഉപയോഗിക്കുന്ന ഒരു പേഴ്സണൽ പെർഫ്യൂം ബ്രാൻഡാണ് ഡിപ്റ്റിക്. ഇതിനകത്ത് ചെറുതും വലുതുമായി 140ഓളം ഷോപ്പുകളുണ്ട്. നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലൂടെയാണ് നടക്കുന്നത്. ബാറ്റർസീ പവർ സ്റ്റേഷൻ്റെ ഒരു ചരിത്രം വിവരിക്കുന്ന ഒരു എക്സിബിഷനുണ്ട്. അത് ഏറ്റവും മുകളിലത്തെ നിലയിലാണ്, 3ാമത്തെ ഫ്ലോറിലാണ്. ആ ഒരു എക്സിബിഷനിൽ ഈ ഒരു പവർ സ്റ്റേഷൻ്റെ ചരിത്രവും അവരുപയോഗിച്ചിരുന്ന മെഷീനറിയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും കേൾക്കാനൊക്കെ പറ്റും. നമ്മളെന്തായാലും ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നില്ല. നമ്മൾ നേരെ സാറ എന്ന് പറയുന്ന ഫാഷൻ സ്റ്റോറിലേക്കാണ് പോകുന്നത്. സ്റ്റാർബക്സ്, ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് കോഫി ഹൗസ് ചെയിനാണ് സ്റ്റാർബക്സ്. US ബേസ്ഡ് കമ്പനിയാണ് സ്റ്റാർബക്സ് നമ്മുടെ നാട്ടിലും ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് കടന്നതേ സാറയുടെ ഫ്രണ്ടിലെത്തി. നമ്മൾ സാറയിലേക്ക് കയറുകയാണ്. 1-2 പെർഫ്യൂം ഫ്രാഗ്രൻസ് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പറ്റിയാൽ 1-2 ഡ്രസ്സ് കൊടുക്കണം. അങ്ങനെ ഒരു ഫുൾ ഫ്ലഡ്ജ് ഷോപ്പിംഗ് സ്പ്രീ അല്ല ലക്ഷ്യം. 48,000 സ്ക്വയർ ഫീറ്റിൽ ഏകദേശം 2 നിലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു സ്റ്റോർ UK ഏറ്റവും വലിയ സാറയുടെ ഔട്ട്ലെറ്റാണ്. സ്പാനിഷ് ഫാഷൻ ഡിസൈൻ കമ്പനിയായ ഇൻഡിടെക്സിൻ്റെ ഒരു സബ്സിഡിയറി ബ്രാൻഡാണ് സാറ. 50 വർഷം മുൻപ് 1975 സ്പെയിനിലാണ് സാറയുടെ തുടക്കം. ഇന്ന് ലോകമെമ്പാടും ഏകദേശം 2000-ലേറെ സ്റ്റോറുകളുണ്ട് സാറയ്ക്ക്. ഇതൊരു വലിയ ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല ഫ്രാഗ്രൻസിൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച 2 ഫ്രാഗ്രൻസ് നമുക്ക് കിട്ടി. ഇതൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് വാങ്ങിയത്. നമ്മളിപ്പോൾ ബില്ല് ചെയ്യാൻ പോവുകയാണ്. വിശപ്പിൻ്റെ വിളി അസഹനീയമായിരിക്കുന്നു. നമ്മൾ ലിയോണിലേക്കാണ് പോകുന്നത്. ഇതൊരു ഫാസ്റ്റ് ഫുഡ് ചെയിനാണ് UK ബേസ്ഡ് ആയിട്ടുള്ള. നമുക്ക് അധികം നേരം വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് ഫുഡ് കിട്ടുന്നുള്ള ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ ഭക്ഷണം കഴിച്ച് നേരെ ലെസ്റ്റർ സ്ക്വയറിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 15 മിനിറ്റാണ് ട്രാവലിംഗ് ജേർണി കാണിക്കുന്നത് വയ നോർത്തേൺ ലൈൻ. നമ്മളിതേ ലെസ്റ്റർ സ്ക്വയറിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ലെസ്റ്റർ സ്ക്വയർ എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആദ്യം നമ്മൾ വായിക്കുക ലീസെസ്റ്റർ സ്ക്വയർ എന്നൊക്കെ ആയിരിക്കും. ഞങ്ങളും അങ്ങനെയാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീടാണ് ലെസ്റ്റർ സ്ക്വയർ എന്നാണ് യഥാർത്ഥ ഉച്ചാരണം മനസ്സിലായത്. ലെസ്റ്റർ സ്ക്വയർ അത്യാവശ്യം ഫേമസ് ആയതുകൊണ്ടും പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന കോവൻ ഗാർഡൻ, ചൈന ടൗൺ പോലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടൊക്കെ ആൾക്കാർ കുറേ വരുന്നതുകൊണ്ടും ലെസ്റ്റർ സ്ക്വയറിൽ എപ്പോഴും നല്ല തിരക്കായിരിക്കും. പിന്നെ ഇവിടുത്തെ ഫിലിം ഹൗസ് വളരെ പ്രസിദ്ധമാണ്. ഒത്തിരിയേറെ ഫിലിം ഹൗസ് ഉള്ള ഒരു സ്ഥലമാണ് ലെസ്റ്റർ സ്ക്വയർ. ഈ നിരയായിട്ട് കാണുന്ന ബിൽഡിങ്ങുകളാണ് ഫിലിം ഹൗസസ്. ഇവിടെ ഒഡിയോൻ്റെ മേജർ ഒരു ഫിലിം ഹൗസ് ഉണ്ട്. അതുപോലെ ഇഷ്ടംപോലെ പ്രസിദ്ധമായ ഫിലിം ഹൗസസ് ഉണ്ട്. നമ്മൾ ലെസ്റ്റർ സ്ക്വയർ വന്നതിൻ്റെ ഉദ്ദേശം ഈ സുവീനിയേഴ്സ് വാങ്ങാനാണ്. അപ്പോൾ ഞങ്ങൾ ആ കാര്യങ്ങളിലോട്ട് കിടക്കട്ടെ. ഇതാണ് പെഡി ക്യാബ്സ് അല്ലെങ്കിൽ റിക്ഷാസ്. ടൂറിസ്റ്റുകൾ ലക്ഷ്യം വെച്ചിട്ടുള്ള നിൽപ്പാണ്. ഇപ്പോൾ നമ്മുടെ ലണ്ടനിലുള്ള പർച്ചേസിങ് കഴിഞ്ഞ് നമ്മൾ തിരികെ പോവുകയാണ്. പിക്കാഡ്ലി സർക്കസ് എന്ന് പറയുന്ന സ്റ്റേഷനിലാണിത്. ഇവിടുത്തെ ഈ ടൈലിൻ്റെ പാറ്റേൺസ് ഒക്കെ ഉണ്ട്. ഓരോ സ്റ്റേഷനും ഓരോ പാറ്റേൺസും ഓരോ കളർ കോഡൊക്കെ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഓരോ സ്റ്റേഷനും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ സ്റ്റാൻമോർ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. നമ്മുടെ ലണ്ടൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം കുടപ്പനക്കുന്ന് വിയോ, പുളിയറക്കോണം, തിരുവനന്തപുരം, ദൂരദർശൻ കേന്ദ്രം. അഖിലീഷ്യസ്